കുര്യാളശ്ശേരി പിതാവിൻ്റെ ധന്യസ്മരണ ഇവിടെ എമ്പാടും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കേരള ചരിത്രത്തിൽ കേരളത്തിൻ്റെ ആത്മീയവും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞ 100 വർഷങ്ങൾക്കിടയിൽ നമ്മളത് പലതവണ ഓർമ്മിച്ചിട്ടുള്ളതാണ്. എങ്കിലും വളരെ ധന്യതയാർന്ന ചില വിഷയങ്ങളുടെ ഓർമ്മ എത്ര തവണയായാലും അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ആത്മീയമായ ഉണർവിന് കാരണമാകും എന്നതുകൊണ്ട് ഇനി 100 വർഷം കഴിഞ്ഞും നമ്മൾ അദ്ദേഹത്തെപ്പറ്റി ഇത്തരത്തിൽ ചർച്ച ചെയ്യാനും ഓർമ്മിക്കാനും ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വെറുതെ ചർച്ച ചെയ്യുന്നതിന് ഇടവരുത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ അദ്ദേഹത്തെ നമ്മൾ മദ്ബഹയിൽ വണങ്ങേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിന് ഈശ്വരൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുര്യാളശ്ശേരി പിതാവിൻ്റെ കാലഘട്ടം 1911 മുതൽ 1925 വരെ അദ്ദേഹം ചങ്ങനാശ്ശേരി രൂപതയെ നയിച്ച കാലം. അന്ന് ചങ്ങനാശ്ശേരി രൂപതയല്ല, ചങ്ങനാശ്ശേരി വികാരിയാത്താണല്ലോ. അന്ന് അദ്ദേഹം മെത്രാനുമല്ല, വികാരി അപ്പസ്തോലിക്കയാണ്. 1923 സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമായതിനു ശേഷമാണ് നമ്മുടെ ഈ വികാരിയാത്ത് രൂപതയായി പരിണമിക്കുന്നത്. അതോടൊപ്പം വികാരി അപ്പസ്തോലിക്കായിരുന്ന കുര്യാളശ്ശേരി പിതാവ് ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാനായും മാറി. അപ്പോൾ അത് ഇങ്ങനെ ചരിത്രത്തിലെ ഒരു കാര്യം. ആ ഒരു കാലഘട്ടം, പിതാവ് ഇവിടെ പ്രവർത്തിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന ഘട്ടമാണ്. പിതാവിൻ്റെ ആ കാലഘട്ടത്തിലാണ് പിതാവ് ജനിക്കുന്നത് 1873. 1888 കേരള നവോത്ഥാനത്തിൻ്റെ ആധാരശിലയെന്ന് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ, അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടക്കുന്നത് 888. അതേ വർഷം തന്നെയാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി തിരുവിതാംകൂറിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഭരണത്തിൽ ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തം നൽകുന്ന ആ പ്രക്രിയയുടെ ആദ്യ ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ തിരുവിതാംകൂറിലാണ്. അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തിരുവിതാംകൂർ ഇങ്ങനെ ഉണർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. ഇവിടെ സമുദായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നവോത്ഥാന പ്രക്രിയ പ്രാവർത്തികമാകുന്നതും സഫലമാകുന്നതും. അത് എന്താന്ന് ചോദിച്ചാൽ 1903 നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി രൂപീകൃതമായ ഒരു യോഗമുണ്ട്. ആ യോഗത്തിൻ്റെ പേര് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നായിരുന്നു, SNDP. അത് 1903 രൂപം കൊള്ളുന്നു. 1907 അയ്യങ്കാളി നേതൃത്വം നൽകുന്ന സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന വേറൊരു സംഘടന ഇവിടെ രൂപം കൊള്ളുന്നു. അത് പുലയ സമുദായത്തിലെമ്പാടും ഒരു പുതിയ ഉണർവുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ്. അത് കഴിഞ്ഞ് 1908 നമ്പൂതിരിമാരുടെ സമുദായത്തിനെ നവീകരിക്കാൻ വേണ്ടി യോഗക്ഷേമ സഭ എന്നൊരു സംഘടന രൂപം കൊള്ളുന്നു. 1908 കഴിഞ്ഞ് 1914 ആയപ്പോൾ ചങ്ങനാശ്ശേരി ആസ്ഥാനമായി നായർ സർവീസ് സൊസൈറ്റിയും രൂപം കൊള്ളുന്നു. അപ്പോൾ ഇത്രയേറെ സാമുദായിക സംഘടനകൾ, ഞാനിവിടെ പറയാതെ പോയ ഏറ്റവും ആദ്യത്തെ സമുദായ സംഘടനയുടെ കാര്യം കൂടിയുണ്ട്, അതുകൂടി ഒന്ന് ഓർമ്മിക്കണം. ഇത്തരത്തിൽ സമുദായ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനതയെ പുതിയ ഒരു വികസന പ്രക്രിയയിലേക്ക് കൈപിടിച്ച് നടത്തിയ ആ നവോത്ഥാന സംരംഭം, അതിൻ്റെ തുടക്കം കുറിക്കുന്ന ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് 1836 കന്യാകുമാരിയിലെ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്ന ഒരു യോഗി രൂപം കൊടുത്ത സമത്വ സമാജമാണ്. ആ നാടാർ സമുദായത്തിന് ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം അത് ചെയ്തത്. അതിൻ്റെ പേര് തന്നെ ശ്രദ്ധിക്കണം, സമത്വ സമാജം എന്നാണ്.
ജനങ്ങളെ സമന്മാരാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു സമാജം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ സാമുദായിക സംഘടനകളിലൂടെ കേരളം ഇങ്ങനെ ഉണർന്നു വരുന്ന കാലഘട്ടം, കേരളമെന്ന അന്നത്തെ പശ്ചാത്തലത്തിൽ പറയാൻ നിർവാഹമില്ല. 956 വരെ ഇത് തിരുവിതാംകൂറാണ്, 49 വരെ തിരുവിതാംകൂർ, അതിനുശേഷം തിരുക്കൊച്ചി, 56 നമ്മുടെ കേരളം ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് അന്നത്തെ തിരുവിതാംകൂറിലെ ഉണർവ് എന്ന് പറയുന്നതായിരിക്കും ശരിയായത്. ആ കാലഘട്ടത്തിൽ കുരിയാലശ്ശേരി പിതാവ് ഒരു നവോത്ഥാന നായകൻ്റെ അതേ കരുത്തോടുകൂടി രംഗത്ത് വരികയാണ്. അദ്ദേഹത്തിന് പക്ഷേ വേറൊരു സംഘടനയൊന്നും സ്ഥാപിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ചങ്ങനാശ്ശേരി വികാരിയാറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായി ഒരു പ്രസ്ഥാനമായി അന്നേ നിലകൊള്ളുന്നുണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്തരങ്ങളായ ചുവടുവയ്പ്പുകൾ ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അതോടൊപ്പം 1-2 കാര്യങ്ങൾ കൂടി വേറെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടം അങ്ങനെ വളരെ ലളിതമായി, വളരെ പ്രശ്നരഹിതമായി ഒന്നും മുന്നോട്ട് പോയിരുന്ന കാലമല്ല. 1921 നമ്മുടെ മലബാർ ഭാഗത്തുണ്ടായ മാപ്പിള ലഹള കേരള ചരിത്രത്തിലെ രക്തരൂഷിതമായ ഒരു അധ്യായമാണ്. ആ മാപ്പിള ലഹളയും കേരളത്തിൻ്റെ ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതോടൊപ്പം തിരുവിതാംകൂറുകാരെ സംബന്ധിച്ച് വളരെ വേദനയോടുകൂടി, ഭയത്തോടുകൂടി ഓർമ്മിക്കാനുള്ള ഒരു ചരിത്ര സംഭവം 1924 അല്ലെങ്കിൽ 1999 ജലപ്രളയം എന്ന് പറയുന്നതാണ്. ആ ജലപ്രളയം തിരുവിതാംകൂറിനെ ഏതാണ്ട് മൊത്തം വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ആളുകൾക്ക് വള്ളങ്ങളിലല്ലാതെ എങ്ങും യാത്ര ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യം. അതിഭയങ്കരമായ പേമാരിയിൽ നമ്മുടെ ഭക്ഷ്യവിളകളെല്ലാം തകരുകയും ജനങ്ങൾ മുഴുവൻ പട്ടിണിയാവുകയും ചെയ്തപ്പോൾ അന്നത്തെ രാജാവ്, തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ഈശ്വരൻ്റെ മുമ്പിൽ നിലവിളിച്ചു എന്നാണ് പറയുന്നത്, എനിക്കെൻ്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. ആ വേദനയിൽ അദ്ദേഹം ആ വർഷം തന്നെ നെഞ്ചു തകർന്ന് മരണമടയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയും ഒരു സംഭവം നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഒരു രാജാവ് ജനങ്ങൾക്ക് എന്നെക്കൊണ്ട് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് വേദനിച്ച് മരണമടയുന്ന ഒരു സംഭവം. ലോകചരിത്രത്തിൽ തന്നെ അത്തരം സംഭവങ്ങൾ വളരെ വിരളമാണ്. അപ്പോൾ അത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേക വസ്തുതയാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇവിടെ പിതാവ് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വികാരിയാത്ത് ഏതാണ്ട് ഒരു അപരിഷ്കൃതമായ ഒരു ജനതയുടെ കൂട്ടായ്മയായിരുന്നു എന്ന് തന്നെ പറയാം. അപരിഷ്കൃതം എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ വളരെ വികലമായ മോശമായ അർത്ഥമെടുക്കേണ്ടതില്ല. പരിഷ്കാരം എത്തി നോക്കാത്ത എന്നുള്ള, അതായത് ഒരു ആധുനികതയുടെ ആ ജീവ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമെന്നേ ഓർമ്മിക്കേണ്ടതുള്ളൂ. അവിടെയുള്ള ജനങ്ങളെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക്, ഒരു നവീകരണത്തിൻ്റെ കാലത്തിലേക്ക് കൈപിടിച്ചു നടത്തുക എന്നുള്ള മഹത്തരമായ ദൗത്യമാണ് കുരിയാലശ്ശേരി പിതാവിന് നിർവഹിക്കാനുണ്ടായിരുന്നത്. അത് അദ്ദേഹം നിർവഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയേറെ ആദരവോടും ഭക്തിയോടും കൂടി ആ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മുടെ ശിരസ്കരായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഏതെല്ലാം മേഖലകളിലാണ് പരിവർത്തനം വരുത്തിയത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒന്നുമില്ല, അദ്ദേഹം സ്പർശിക്കാത്തതായി പിതാവ് പറഞ്ഞതുപോലെ ഒരു മേഖലയും ബാക്കിയില്ല എന്നുള്ളതാണ് വസ്തുത. ആദ്യമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചെന്നത് സാധാരണഗതിയിൽ ഏതൊരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെയും ശ്രദ്ധ ചെല്ലുന്നത് പോലെ വിദ്യാഭ്യാസ വിഷയത്തിലാണ്. 1888 ഇവിടെ വന്ന് ചങ്ങനാശ്ശേരി വികാരിയത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ലവീഞ്ഞ് ബിഷപ്പ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിൽ നിന്ന് അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് ഒരു കത്തയച്ചു. ആ കത്ത് കുറവലങ്ങാട്ടുകാരനായ നിധിരിക്കൽ മാണിക്കത്തനാരെ അഡ്രസ്സ് ചെയ്തുള്ളതായിരുന്നു. അദ്ദേഹത്തിന് അന്ന് ഈ ചങ്ങനാശ്ശേരി വികാരിയാത്തിൽ ആകെ പരിചയമുണ്ടായിരുന്ന ഒരേ ഒരു പേര് നിധിരിക്കൽ മാണിക്കത്തനാർ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു കത്തയച്ചു അദ്ദേഹത്തിന്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ചോദിക്കുന്നത് വികാരിയാത്തിലെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയുണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ വിദ്യാലയങ്ങളൊക്കെ ഉണ്ടോ എന്നായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അന്വേഷണം അതായിരുന്നു എന്ന് ഓർമ്മിക്കണം. അദ്ദേഹം ഇവിടെ വന്ന് ചുമതലയേറ്റതിന് ശേഷം ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ പുറപ്പെടുവിച്ച ഒരു ഇടയലേഖനത്തിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഇവിടെ വരേണ്ട വിദ്യാഭ്യാസ പുരോഗതിയെ പറ്റിയായിരുന്നു. ഇവിടെ സ്കൂളുകൾ ഉണ്ടാകണമെന്നും ഒരു കോളേജ് തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുമൊക്കെ അദ്ദേഹം ആ ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് എല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട. 1791 അദ്ദേഹം അതിൽ ആദ്യത്തെ ചുവട് വെച്ചതാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ SB ഹൈസ്കൂള്. അങ്ങനെ കേരള കത്തോലിക്ക സഭയിൽ എന്ന് പറയുന്നത് ശരിയല്ല, സീറോ മലബാർ സഭയിലെ ആദ്യത്തെ വിദ്യാലയമായി, ആദ്യത്തെ സ്കൂളായി നമ്മുടെ സെൻറ്റ് ബെർക്കമാൻസ് ഹൈസ്കൂള് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ അതൊരു തിണ്ണമെടുക്ക് പറയുന്നതാണോ എന്ന് ചിലപ്പോൾ സംശയിച്ചു പോകും. കാരണം അതിനു മുമ്പ് കേരളത്തിൽ ചില സ്കൂളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് 1880 ആലപ്പുഴയിലുണ്ടായ ഒരു ഇംഗ്ലീഷ് സ്കൂളാണത്. വരാപ്പുഴ രൂപതയുടെ കീഴിലാണ്. ഫാദർ കാന്തിദൂസ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ മിഷണറി വരാപ്പുഴ രൂപതയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂളാണ് ആലപ്പുഴയിലെ സ്കൂള്. അങ്ങനെ ഒരു സ്കൂൾ ആരംഭിക്കുന്നതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യം പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ എല്ലാ പള്ളികളോടും ചേർന്നാണ് നമ്മുടെ പള്ളിക്കൂടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നുള്ള ആ ഒരു സങ്കല്പനം വാസ്തവത്തിൽ കത്തോലിക്ക സഭയുടെ സംഭാവനയാണ്. അത് AD 812 റോമിൽ ചേർന്ന റോമൻ സിനഡിൻ്റെ ഒരു നിർദ്ദേശമാണ് എല്ലാ പള്ളികളോടും, അതിലെടുത്തു പറയുന്നത് കത്തീഡ്രൽ പള്ളികളോടും ആശ്രമങ്ങളോടും ചേർന്ന് വിദ്യാലയങ്ങൾ ഉണ്ടാക്കണം. അവിടെ മാത്രമല്ല, ആവശ്യമുള്ള മറ്റ് സ്ഥലങ്ങളിലും സ്കൂളുകൾ സ്ഥാപിക്കണം എന്ന് ആദ്യമായി ഈ പള്ളിക്കൊപ്പം പള്ളിക്കൂടം ഉണ്ടാവുക എന്നുള്ള ആ ഒരു ആശയത്തെ പ്രായോഗികമാക്കുന്നത് ഈ 812 റോമൻ സിനഡാണ്. അപ്പം ആ ആശയമാണ് യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അകത്തോലിക്ക മിഷണറിമാർ അവർ ഇവിടെ പ്രാവർത്തികമാക്കിയത്. 1806 കേരളത്തിലെ തിരുവിതാംകൂറിലെ ആദ്യ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത് നാഗർകോവിലിന് സമീപമുള്ള മയിലാടിയിലാണ്. അന്ന് കന്യാകുമാരി വരെയുള്ള ഭാഗം നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് കേരളത്തിൽ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അവിടെ വില്യം തോബിയാസ് റിങ്കിൾ ടോബെ എന്ന് പറയുന്ന ഒരു ഡാനിഷ് മിഷണറി, പ്രൊട്ടസ്റ്റന്റ് മിഷണറി അവിടെ വരികയും അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വേദമാണിക്യത്തിൻ്റെ വീട്ടുമുറ്റത്ത് ആദ്യമായി ഒരു പൊതുവിദ്യാലയം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അതിൽ അന്ന് നിലവിലുണ്ടായിരുന്ന പരമ്പരാഗത വിദ്യാഭ്യാസ രീതി അനുസരിച്ചുള്ള സംസ്കൃത പഠനമല്ല ഉണ്ടായിരുന്നത്. മറിച്ച് ഭാഷകളെ തമിഴും ഇംഗ്ലീഷും പഠിപ്പിക്കുന്നു. ഒപ്പം ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, സാമൂഹിക ശാസ്ത്രം പഠിപ്പിക്കുന്നു. അത് മാത്രവുമല്ല, ആരോഗ്യ പരിപാലനവും കുടുംബ സംരക്ഷണവുമൊക്കെ പഠിപ്പിക്കുകയാണ്. അമ്മമാരെങ്ങനെയാണ് കുടുംബത്തെ കൊണ്ടുപോകേണ്ടത്, പിതാക്കന്മാരെങ്ങനെയാണ് കുടുംബത്തിനൊരു ബജറ്റൊക്കെ തയ്യാറാക്കി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകേണ്ടത് എന്നൊക്കെ ആദ്യമായി നമ്മുടെ ചരിത്രത്തിൽ ഒരു മിഷണറിയാണ് ഈ വസ്തുതകൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം നെയ്ത്ത്, തയ്യൽ തുടങ്ങിയ ഈ കരവേലകളും അവിടെ പഠിപ്പിക്കുകയുണ്ടായി. അവിടെ എംബ്രോയിഡറി പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഈ മെത്തകളും ഒക്കെ സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വളരെ വിപ്ലവകരമായൊരു തുടക്കം അതിൽ നിന്നുണ്ടായി. അതുകൊണ്ട് അത് പക്ഷേ ചരിത്രത്തിൽ നമ്മൾ പറയുമ്പോൾ അതൊരു അകത്തോലിക്ക വിദ്യാലയം എന്നുള്ള നിലയിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ കത്തോലിക്ക വിദ്യാലയം SB ഹൈസ്കൂൾ എന്ന് എടുത്തു പറയുന്നത്. പക്ഷേ ആദ്യത്തെ കത്തോലിക്ക വിദ്യാലയം എന്നുള്ള ആ ഒരു പ്രയോഗവും പൂർണ്ണമായും ശരിയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതോടൊപ്പം വേറൊരു വസ്തുത കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, കേരളത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ആദ്യമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചത് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ് എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത്. അത് തന്നെ ചരിത്രപരമായി തെറ്റാണ് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 1793 അതായത് റിങ്കിൾ ടോബിന് 13 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടെ
ഒരു കത്തോലിക്ക വിദ്യാലയം, പോർട്ടുഗൽ മിഷണറിയായ ഗബ്രിയേൽ ഗോൺസാലസ് എന്ന് പറയുന്ന ഒരു മിഷണറി അവിടെ വന്ന് ഒരു സ്കൂൾ സ്ഥാപിച്ചതായിട്ട് ചരിത്രത്തിലുണ്ട്. ആ സ്കൂൾ സ്ഥാപിച്ചത് ഇന്നും ആ സ്കൂൾ നിലവിലുണ്ട്. അതിൻ്റെ പേര് സെയിൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. ഈശോ സഭക്കാരാണ് ഇപ്പോഴും നടത്തുന്നത്. ഈ ഗോൺസാൽവസ് ഈശോ സഭ അംഗമായ മിഷണറി ആയിരുന്നു. അദ്ദേഹമാണത് അവിടെ സ്ഥാപിക്കുന്നത്. അന്ന് അദ്ദേഹം സ്ഥാപിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളി, ഇപ്പോഴത്തെ കോഴിക്കോട് അതിരൂപതയുടെ കത്തീഡ്രൽ ചർച്ച്, മദർ ഓഫ് ഗോഡ് ചർച്ച് എന്ന് പറയുന്ന ആ ദൈവമാതാ ദേവാലയത്തിലെ വികാരിയായിട്ട്, അന്ന് വികാരി എന്നൊന്നും പറയുന്നത് വേണമെന്നറിയത്തില്ല, അവിടുത്തെ ചുമതലയുള്ള വൈദികനായിട്ട് ഈ ഗോൺസാൽവസ് പ്രവർത്തിച്ചിരുന്ന കാലത്താണ് ഈ സ്കൂൾ സ്ഥാപിക്കാൻ അദ്ദേഹം തയ്യാറായത്. അങ്ങനെ ആ സ്കൂൾ സ്ഥാപിച്ചത് 2 സ്കൂളുകളാണ്. ഒന്ന് പോർട്ടുഗീസ് സ്കൂള്, 2 യൂറോപ്യൻ സ്കൂള്. എന്തിനായി പോർട്ടുഗീസ് സ്കൂൾ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ, കോഴിക്കോട്ടന്ന് ധാരാളം പോർട്ടുഗീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, പിന്നെ പോർട്ടുഗീസ് വ്യാപാരികളുണ്ടായിരുന്നു. അവരുടെയൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പോർട്ടുഗീസ് സ്കൂൾ ആരംഭിച്ചു. യൂറോപ്യൻ സ്കൂള് നമ്മുടെ നാട്ടുകാർക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു ഇരട്ട സ്കൂളാണ് അവിടെ ഈ ഗോൺസാൽവസ് രൂപം കൊടുത്തത്. അതിലെ പോർട്ടുഗീസ് സ്കൂള് വലിയ താമസമില്ലാതെ നിന്നുപോയി. യൂറോപ്യൻ സ്കൂള് പല പരിണാമങ്ങൾക്ക് വിധേയമായി ഇന്നത്തെ സെയിൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ നിലകൊള്ളുന്നു. അപ്പോൾ ഇവിടെ കൗതുകകരമായൊരു വസ്തുത കൂടി സൂചിപ്പിക്കാനുണ്ട്. ഈ മദർ ഓഫ് ഗോഡ് ചർച്ച് എന്ന് പറയുന്ന കോഴിക്കോട്ടെ ആ ദേവാലയം സ്ഥാപിച്ചത് 1577 എന്ന് കാണുന്നു. ഈ 1577 ആ ദേവാലയം സ്ഥാപിച്ചത് അന്നത്തെ കോഴിക്കോട് സാമൂതിരി നേതൃത്വം എടുത്താണ്. അതാണ് രസകരമായൊരു ചരിത്ര വസ്തുത. 1577 ശേഷം ആ ആ പള്ളി 5 തവണ തകർക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഓരോ തവണയും അതിനെ പുനർനിർമ്മിച്ചു. അവസാനമായിട്ട് 1725 ആ പള്ളി, ഇന്ന് നിലവിലുള്ള പള്ളി പണിതു. അത് പണിതത്, അതിൻ്റെ മുഴുവൻ ചെലവും വഹിച്ചത് കോഴിക്കോട് അന്നത്തെ സാമൂതിരിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം ആ പള്ളിയിലേക്ക് ഒരു വലിയ മണി സംഭാവന ചെയ്തു. അതോടൊപ്പം പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പള്ളിയുടെ ചെലവിന് വേണ്ടി ഒരു തോട്ടം, എനിക്ക് തോന്നുന്ന തോട്ടം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ തെങ്ങിൻ തോപ്പായിരിക്കാൻ സാധ്യതയുണ്ട്. പോർട്ടുഗീസുകാർ വന്നതിന് ശേഷം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ധാരാളം തെങ്ങിൻ തോപ്പുകൾ ഉണ്ടാവുകയുണ്ടായി. ആ തെങ്ങിൻ തോപ്പായിരിക്കണം കൊടുത്തതെന്ന് തോന്നുന്നു. ആ തോപ്പും കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കെ 1766 ആയപ്പോൾ വരുന്നു മൈസൂറിൽ നിന്നൊരു സുൽത്താൻ ഹൈദരാലി മലബാർ കീഴടക്കി വരുമ്പോൾ കോഴിക്കോട്ടുള്ള ക്രിസ്ത്യാനികളൊക്കെ ഭയപ്പെട്ടു, നമ്മുടെ പള്ളിയൊക്കെ തകർത്ത് കളയും എന്ന്. പക്ഷേ ഹൈദരാലി ആ പള്ളി തകർത്തില്ല എന്ന് മാത്രമല്ല, ആ പള്ളിക്ക് എല്ലാ സംരക്ഷണവും നൽകുകയും ഓരോ വർഷവും ഏതാണ്ട് 2400-ലധികം പണം, അന്നത്തെ പണമാണ്, ആ പണം പള്ളിയുടെ ചെലവുകൾക്ക് വേണ്ടി സംഭാവനയായി കൊടുക്കാൻ അദ്ദേഹം വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു എന്നതാണ് രസകരമായ ചരിത്രം. അവിടം കൊണ്ടും തീർന്നില്ല അതിൻ്റെ കൗതുകകരമായ അടുത്ത ഘട്ടം. 1781 ഹൈദരാലി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മയ്യത്തായി, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ദിവംഗതനായി. ഈ ഹൈദരാലിയുടെ മരണശേഷം മകൻ ടിപ്പു സുൽത്താൻ അധികാരമേൽക്കുന്നു. അദ്ദേഹം വന്നിട്ട് എന്താ ചെയ്തത്? ദൈവമാതാ പള്ളിയിൽ ഈ ഗോൺസാൽവസ് അച്ഛനോട് പറഞ്ഞു, സംഭാവനയൊക്കെ നിർത്തിയിരിക്കുന്നു, ഇനി മുതൽ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വരുമാനവും ഖജനാവിലേക്ക് അടച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. അതായി അടുത്ത പ്രതിസന്ധി. അച്ഛനത് അടയ്ക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് സുൽത്താൻ എന്ത് ചെയ്തു? അച്ഛനെ അറസ്റ്റ് ചെയ്ത് തലശ്ശേരി ജയിലിൽ അടച്ചു. അച്ഛൻ നമ്മുടെ ഇവിടുത്തെ അച്ഛന്മാരെ പോലെ ഒരു പാവമായ ഒരാളായിരുന്നു വിചാരിക്കേണ്ട. അച്ഛൻ എന്ത് ചെയ്തു? ജയിലിൽ ചാടി. പോർട്ടുഗീസുകാരനല്ലേ, ആ ഒരു വീര്യമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളുക. അച്ഛൻ ജയിൽ ചാടി ഒളിവിൽ പോയി. അങ്ങനെ ഒളിവിൽ പോയി താമസിക്കുന്ന കാലത്ത് 1792 നമ്മുടെ ഈ ടിപ്പു സുൽത്താൻ അദ്ദേഹം ഈ ആലുവായിൽ വന്ന് താവളമടിച്ചല്ലോ തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വേണ്ടി. അന്ന് പെരിയാറിലുണ്ടായ ജലപ്രളയത്തിൽ അദ്ദേഹത്തിൻ്റെ വെടിക്കോപ്പുകളെല്ലാം നനഞ്ഞു പോവുകയും ആയുധങ്ങളെല്ലാം ഒത്തിരി നഷ്ടപ്പെടുകയും ചെയ്തത് മാത്രമല്ല, അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ മൈസൂറിലെ ശ്രീരംഗപട്ടണം ബ്രിട്ടീഷ് സൈന്യം വളഞ്ഞിരിക്കുന്നു എന്നുള്ള അറിവ് കിട്ടി.
ഉടനെ അദ്ദേഹം ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം തിരിച്ചു വരേണ്ടി വന്നില്ല. ഈ 1792 നമ്മുടെ ഗബ്രിയേൽ ഗോൺസാൽവസ് വീണ്ടും കോഴിക്കോട്ട് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷമാണ് അദ്ദേഹം 1793 ഈ വിദ്യാലയം സ്ഥാപിക്കുന്നത്. നോക്കുക, ഈ ദൈവപരിപാലന എന്ന് പറയുന്നത് നമ്മളാരും വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ലല്ലോ യാഥാർത്ഥ്യമാകുന്നത്. അദ്ദേഹം ആ സ്കൂൾ അവിടെ സ്ഥാപിച്ചു. അത് പിൽക്കാലത്ത് ഇന്ന് ചരിത്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സ്കൂള് എന്ന് പറയുന്ന സ്കൂൾ അതായി മാറുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭകർ അകത്തോലിക്ക മിഷണറിമാരായിരുന്നു എന്നുള്ള ചരിത്രപരമായ ധാരണ ഇതിലൂടെ തിരുത്തപ്പെടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഈ നമ്മുടെ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയുടെയൊക്കെ പൈതൃകത്തെപ്പറ്റി പറയുമ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടേണ്ട ചരിത്ര വസ്തുതകളാണ് എന്നതുകൊണ്ടാണ് ഞാനിതിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം വരാതെ ഒരിടത്തും വികസനം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പിന്നെ ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ സമുദായക്കാരോട് ആഹ്വാനം ചെയ്തത് പഠിച്ച് വളരണമെന്നായിരുന്നു. പഠിച്ചു വളരണം, സംഘടിച്ചു ശക്തരാകണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം എന്നാണ് ഉപദേശിച്ചത്. അദ്ദേഹവും ധാരാളം സ്കൂളുകളെ അദ്ദേഹം നേരിട്ട് സ്ഥാപിക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ പ്രമാണിമാരെ കൊണ്ട് ഒത്തിരി വിദ്യാലയങ്ങളൊക്കെ നിലവിൽ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇവിടെ ചങ്ങനാശ്ശേരിയിലെ കുരിയാളശ്ശേരി പിതാവിൻ്റെ ഈ നവോത്ഥാനാത്മകമായ പ്രവർത്തനങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നിവിടെ പിതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ SB കോളേജ് 1922 അവിടെ ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കുന്ന രീതിയിൽ അത് സ്ഥാപിതമായി. അതിനു മുമ്പ് 1891 സ്കൂൾ ഉണ്ടാകുന്നത്. അതിന് 2 വർഷം മുമ്പ് 1889 തൃശ്ശൂരിലെ സെൻറ്റ് തോമസ് സ്കൂൾ ഉണ്ടാകുന്നുണ്ട്. ആ സെൻറ്റ് തോമസ് സ്കൂളാണ് അപ്ഗ്രേഡ് ചെയ്ത് 1919 ഇപ്പോഴത്തെ സെൻറ്റ് തോമസ് കോളേജായി മാറുന്നത്. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക കോളേജ് എന്ന ബഹുമതി തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിന് അവകാശപ്പെട്ടതാണ്. അത് നമുക്ക് കിട്ടേണ്ടതായിരുന്നു. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലും എൻ്റെ മനസ്സിലുമൊക്കെ പല വസ്തുതകളും ചരിത്രത്തിലും തെളിഞ്ഞു വരുന്നുണ്ട്. കുരിയാളശ്ശേരി പിതാവ് ഇവിടെ രൂപത അധ്യക്ഷനായി അല്ലെങ്കിൽ വികാരിയാത്തിൻ്റെ അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ ഏതാണ്ട് ഒരു കൊടുങ്കാറ്റ് കെട്ടടങ്ങിയ ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. 1888 മെയ് മാസത്തിൽ ലവീഞ്ഞ ബിഷപ്പ് ഇവിടെ ചാർജ് എടുത്തത് മുതൽ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ വടക്കും ഭാഗക്കാരായ കത്തോലിക്കരൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ലവീഞ്ഞ പിതാവിനോട് അത്ര വലിയ ആഭിമുഖ്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ലവീഞ്ഞ പിതാവിൻ്റെ വഴികളിലൊക്കെ പരമാവധി തടസ്സം സൃഷ്ടിക്കാൻ നമ്മുടെ കാരണവന്മാർ വളരെ കരുതലോടെ പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ നഷ്ടം വാസ്തവത്തിൽ നമുക്കാണ് ഉണ്ടായത്. ഈ പ്രദേശത്തിനുണ്ടാകേണ്ടിയിരുന്ന വികസനം വളരെയേറെ വർഷങ്ങൾ വൈകിപ്പോയി എന്നുള്ളതാണ് പക്ഷേ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താനൊക്കില്ല. നമ്മുടെ പൂർവികർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളൊന്നും ശരിയല്ല എന്നങ്ങ് തീർത്ത് പറയാൻ നമ്മളാരും ചുമതലപ്പെട്ടവരുമല്ല, നമുക്ക് അവകാശവുമില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ലവീഞ്ഞ പിതാവിൻ്റെ വഴിമുടക്കിയ പ്രമുഖനായ ആൾ എൻ്റെ നാട്ടുകാരൻ തന്നെയായിരുന്നു, നിധിരിക്കൽ മാണിക്കത്തനാർ. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള മട്ടിലല്ല ഞാൻ പറയുന്നത്. ലവീഞ്ഞ പിതാവും അദ്ദേഹവുമായുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം, ഈ ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങില്ല എന്നൊരു നാടൻ പ്രയോഗമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. ലവീഞ്ഞ ബിഷപ്പിനെ പോലെയോ അതിലേറെയോ ധൈഷണിക ശേഷിയുള്ള ആളായിരുന്നു നിധിരിക്കൽ മാണിക്കത്തനാർ. ഈ സമീപ ദിവസങ്ങളിൽ തൃശ്ശൂരിലൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അഭിമന്യ ബോസ്കോ പുത്തൂർ പിതാവ് എന്നോട് പറഞ്ഞു, കേരളത്തിലെ വൈദികർക്കിടയിൽ ഫാദർ ജോസഫ് വടക്കനെ പോലും ഇത്രയും തൃഷ്ണാശാലിയായ ഒരു വൈദികൻ വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിതാവിനോട് പറഞ്ഞു, നിധിരിക്കൽ മാണിക്കത്തനാർ കഴിഞ്ഞാൽ എന്നോട് ചേർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. കാരണം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കേരള സഭയിൽ നിധിരിക്കൽ മാണിക്കത്തനാരോളം ദൈക്ഷണിക ഔന്നത്യമുള്ള ഒരു വൈദികനും പിന്നീട് ഉണ്ടായതായിട്ട് അറിവില്ല. അതിന് മുമ്പ് ഉണ്ടായതായിട്ടും ചരിത്രത്തിൽ കാണുന്നില്ല.
അതെന്തും ആയിക്കൊള്ളട്ടെ, അത് നമുക്ക് വളരെയേറെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാക്കി എന്നുള്ളത് മറ്റൊരു വസ്തുത. അതിൻ്റെ കാരണത്തിന് ന്യായീകരണം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു വസ്തുത. അതങ്ങനെ നിന്നുകൊള്ളട്ടെ. അത് കഴിഞ്ഞിട്ട് 1896 ലവീഞ്ഞ് പിതാവ് മാറി മത്തായി മാക്കിയിൽ പിതാവ് വരുന്നു. മാക്കിയിൽ പിതാവ് വന്നപ്പോഴും നമ്മുടെ ഇവിടം ശാന്തമായില്ല. അതിൻ്റെ കാരണവും എല്ലാവർക്കും അറിയാം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 1911 വരെ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു രൂപത 10ാം പീയൂസ് സ്ഥാപിച്ചു കൊടുക്കുന്നത് വരെ ഈ ചങ്ങനാശ്ശേരി രൂപതയിലെ ആ അസ്വസ്ഥതകൾ അങ്ങനെ അങ്ങ് നിലനിന്നിരുന്നു. അതും ആത്യന്തികമായി നമുക്കാണ് നഷ്ടമായി തീർന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്കും നമ്മുടെ പിൻഗാമികൾക്കും ഒക്കെയാണ് അത് നഷ്ടമായി തീർന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാം. പക്ഷേ അതൊന്നും അന്നത്തെ ആളുകളുടെ ന്യായവാദങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കുന്ന നിരീക്ഷണമല്ല എന്നുള്ളത് വേറൊരു വസ്തുത. ചരിത്രത്തെ നമ്മളങ്ങനെ പലതരത്തിൽ നോക്കിക്കാണേണ്ടി വരും. സത്യത്തിന് എപ്പോഴും ഒരു മുഖമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് പറയുന്നത്. സത്യത്തിന് പല മുഖങ്ങളുണ്ട് എന്നാണ്. അതൊരു വാദമാണ്. അതല്ല, ഒരു മുഖമേ ഉള്ളൂ എന്നുള്ളത് വേറൊരു വാദമാണ്. നമുക്ക് ഈ എല്ലാ വാദങ്ങളെയും ഒറ്റ പോയിന്റിൽ കൊണ്ടുവന്ന് കെട്ടാൻ സാധ്യമല്ല. അതെന്തും ആയിക്കൊള്ളട്ടെ. അതും കഴിഞ്ഞ് കുര്യാളശ്ശേരി പിതാവ് വന്നപ്പോഴേക്കും എല്ലാവർക്കും ആശ്വാസമായി, സന്തോഷമായി. നമ്മുടെ പിതാവ് വന്നല്ലോ എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് എന്ന് പറഞ്ഞതുപോലെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ ഭംഗിയായി 14 വർഷക്കാലം മുന്നോട്ട് പോവുകയുണ്ടായി. അതിനുശേഷം അങ്ങനെ അല്ല ആയി എന്ന് അർത്ഥമില്ല. അത്രയും കാലമേ അദ്ദേഹത്തിന് നമ്മളെ നയിക്കാനുള്ള അനുവാദം ദൈവം നൽകിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ അത്രയും കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ഇവിടെ മറ്റു സമുദായങ്ങൾ അവരുടെ മേഖലകളിൽ വളർത്തിയ ആ ഒരു നേടിയ വളർച്ച, അതിനേക്കാൾ വലിയ വളർച്ച ഈ ഒരു വികാരിയത്തിൻ്റെ അല്ലെങ്കിൽ രൂപതയുടെ ഈ പ്രാദേശിക മേഖലകൾക്കുള്ളിൽ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്നത്, ഇതോടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. തിരുവിതാംകൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി രൂപത എന്ന് പറയുന്നത് ഏതാണ്ട് തിരുവിതാംകൂർ സംസ്ഥാനം മുഴുവൻ ഉൾപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. കന്യാകുമാരി മുതൽ 955 തെക്കൻ മേഖല നമുക്ക് കിട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സാങ്കേതിക അർത്ഥത്തിലാണ്. അതിനു മുമ്പേ ആലുവ പുഴയുടെ സ്വാഭാവിക അതിർത്തിക്ക് തെക്കുള്ള ഭാഗം അതായിരുന്നു ചങ്ങനാശ്ശേരി വികാരിയാത്ത്. അങ്ങനെ വരുമ്പോൾ അങ്കമാലി, വടക്കൻ പറവൂർ, അങ്കമാലിയിൽ നിന്ന് വടക്കൻ പറവൂരിലേക്ക്, ആ വടക്കൻ പറവൂർ, അങ്കമാലി, അവിടെ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ടുള്ള ഈ ഭാഗം മുഴുവൻ ചങ്ങനാശ്ശേരി രൂപതയുടെ അല്ലെ വികാരിയാത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലുണ്ടാകുന്ന ഏതൊരു ചലനവും തിരുവിതാംകൂറിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു ചലനമായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായ എല്ലാ വികസന പ്രവർത്തനങ്ങളും തിരുവിതാംകൂറിനെ മുഴുവൻ സഹായകമായി തീർന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും കാർഷിക മേഖലയിലായാലും സാംസ്കാരിക മേഖലയിലായാലും ആതുര ചികിത്സാ മേഖലയിലായാലും ഇവിടെ എല്ലാം ഉണ്ടായ വികസനം തിരുവിതാംകൂറിലെ പൊതുസമൂഹത്തിന് മുഴുവൻ പ്രയോജനപ്രദമായി തീർന്നു. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഏത് സ്ഥാപനവും നമുക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല എന്നതാണ്. നമ്മൾ അങ്ങനെ വിശാല മനസ്കരാണ്. എല്ലാവരെയും ജാതി മത ഭേദമില്ലാതെ നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്നു. പക്ഷേ അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെൻറ് 1817 ആദ്യമായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചപ്പോൾ അത് എല്ലാ താലൂക്കുകൾ തോറും, താലൂക്ക് ആസ്ഥാനങ്ങൾ തോറും സ്കൂളുകൾ സ്ഥാപിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ആ സ്കൂളുകളിലൊക്കെ സവർണ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. സവർണ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അവർണ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടി എത്രയോ ദീർഘമായ സമരമാണ്, പ്രക്ഷോഭമാണ് ഇവിടുത്തെ അവർണ സമൂഹം നടത്തിയത് എന്നുള്ളത് ചരിത്രം വായിച്ചറിയേണ്ട ദുഃഖകരമായ വേദനാജനകമായ ഒരു വസ്തുതയാണ്. അവർണ സമുദായത്തിൽ പിറന്നുപോയി എന്നുള്ളത് കൊണ്ട് ജീവിക്കാൻ അവകാശമില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നല്ലോ. അതിനൊക്കെ എതിരെ കുര്യാളശ്ശേരി പിതാവ് വളരെ ശക്തമായി വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇടയലേഖനങ്ങളിലൂടെ. അന്ന് തായങ്കര പള്ളിയിൽ
ഈ ദളിത് ക്രൈസ്തവർക്ക് കുർബാന സ്വീകരിക്കുന്നതിന് സൗകര്യം പരിമിതപ്പെടുത്തിയപ്പോൾ മദ്ബഹയുടെ മുമ്പിൽ നിന്ന് സവർണ ക്രൈസ്തവർ, നമ്മുടെ കാരണവന്മാർ കുർബാന സ്വീകരിക്കുന്നത് പോലെ അവർക്ക് കുർബാന സ്വീകരിക്കാൻ അനുവാദം കൊടുക്കാതിരുന്നപ്പോൾ അതിൽ മനം നൊന്ത് പിതാവ് ഒരു ഇടയലേഖനം എഴുതി. അതിൽ പറഞ്ഞിരുന്നത് ഇനി മുതൽ എല്ലാ ദൈവാലയങ്ങളിലും ദളിത് ക്രൈസ്തവർ, അതല്ലാതെ ആവശ്യ ക്രൈസ്തവർ എന്നാണ് ഉപയോഗിക്കുന്നത്, ഈ പുതിയ ക്രൈസ്തവർക്കും മദ്ബഹയുടെ മുമ്പിൽ വന്ന് മറ്റുള്ളവർ കുർബാന സ്വീകരിക്കുന്നത് പോലെ തന്നെ കുർബാന സ്വീകരിക്കാനുള്ള അവകാശമുണ്ടായിരിക്കും. അത് ഒരു കാരണവശാലും നിഷേധിക്കാൻ സാധ്യമല്ല എന്നാണ്. അപ്പോൾ ആ സമൂഹത്തിലെ ജാതി മത ഭേദങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റാനുള്ള ഒരു മനസ്സ്, ഒരു ഇച്ഛാശക്തി കുര്യാളശ്ശേരി പിതാവിനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഇടയിലേക്ക് ഒരു കൽപ്പന അദ്ദേഹം തൻ്റെ രൂപതയിലെ എല്ലാ ദൈവാലയങ്ങളിലേക്കും അയക്കുന്നത്. അപ്പോൾ ഇവിടെ അന്ന് ഈ ഹരിജനെന്നും പറയാൻ വയ്യ, ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേക ദൈവാലയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്നല്ലോ. അത് പാടില്ല എന്ന് ഉദയംപേരൂർ സുവർണ്ണകോശിൽ തന്നെ വിലക്കുന്നുണ്ട്. എന്താണ് വിലക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഇവിടുത്തെ ഈ അധസ്ഥിത വിഭാഗങ്ങളെ കൂടി ഉപരിവിഭാഗങ്ങൾക്ക് തുല്യമായി പരിഗണിക്കുന്നതിനുള്ള രാജകീയമായ കൽപ്പന ഉണ്ടാകുന്നത് വരെ വേണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക പള്ളികൾ സ്ഥാപിക്കാം എന്ന് സുവർണ്ണകോശ് അന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ നാട്ടിൽ കുറവിലങ്ങാട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഒരു പ്രത്യേക പള്ളി ഉണ്ടായിരുന്നു. കുന്നേപ്പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ കുന്നേപ്പള്ളി ഇരിക്കുന്നത് ഇപ്പോഴത്തെ ദേവമാതാ കോളേജ് ഇരിക്കുന്ന ആ സ്ഥലത്താണ്. ദേവമാതാ കോളേജ് വന്നപ്പോൾ ആദ്യമായിട്ട് കുന്നേപ്പള്ളിയെ കൺവേർട്ട് ചെയ്താണ് ആദ്യത്തെ ഹോസ്റ്റൽ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് അതെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് അങ്ങനെ ഒരു കുന്നേപ്പള്ളി. അപ്പോൾ ഈ എന്തിനായി അവശ്യ ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേക പള്ളി സ്ഥാപിച്ച് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വസ്തുതയുണ്ട്. അത് നമ്മുടെ കാരണവന്മാരെ ഒട്ട് ന്യായീകരിക്കുന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുതുതായിട്ട് നമ്മുടെ സഭയിലേക്ക് ചേർന്ന ഈ ദളിതർക്ക് ഞായറാഴ്ചകളിൽ വന്ന് കുർബാനയിൽ പങ്കെടുത്താൽ മാത്രം പോരാ, അവർക്ക് പ്രത്യേകമായ മതബോധനം നൽകണമായിരുന്നു, മതവിദ്യാഭ്യാസം നൽകണമായിരുന്നു. അപ്പോൾ അങ്ങനെ മതവിദ്യാഭ്യാസം നൽകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവർ അന്നന്ന് പണിയെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഞായറാഴ്ച പള്ളിയിലേക്ക് അവർ പോന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ജോലിയും കൂടെ പള്ളിയിൽ നിന്ന് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ മെയിൻ ചർച്ചിൽ നടക്കുന്നതല്ല. അവശ്യ ക്രൈസ്തവർക്ക് എല്ലാവർക്കും വേണ്ടി പിന്നെ വേദപാഠ ക്ലാസ് നടത്തുക, മറ്റുള്ളവരെല്ലാം അവിടെ കുർബാനയിൽ പങ്കെടുക്കുക, ഇതൊക്കെ അസൗകര്യമായതുകൊണ്ട് ഇതിന് പരിഹാരമായിട്ടാണ് വാസ്തവത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു പള്ളി പണിതത് എന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ അവർക്ക് ഞായറാഴ്ച വേദപാഠം നടത്തുക മാത്രമല്ല, അവിടെ ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സൗകര്യം സവർണ ക്രൈസ്തവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ പ്രത്യേകമായ പള്ളികൾ പണിതത്. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ കത്തോലിക്ക പള്ളികളോട് ചേർന്ന് വന്നിട്ടുള്ള എല്ലാ ഈ പ്രത്യേക പള്ളികളുടെയും പശ്ചാത്തലം ഇതായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത്തരം വിവേചനങ്ങളൊക്കെ മാറണം. 1914 ഇവിടെ ഒരു എല്ലാ സന്യാസിനി സഭ അംഗങ്ങളെയും കൂടെ ഒരുമിച്ച് കൂട്ടിയ ഒരു സംഭവം ഉണ്ടല്ലോ പിതാവ്. അവർക്ക് വേണ്ടി ദീർഘമായ ക്ലാസ്സുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തത് എന്തിനായിരുന്നു ചോദിച്ചാൽ, ഈ സവർണ ക്രൈസ്തവർക്കിടയിലും കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഈ തരതമ ഭേദങ്ങൾ, കൂടിയവരും കുറഞ്ഞവരും, ദരിദ്രരും സമ്പന്നരും, കറുത്തവരും വെളുത്തവരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭേദവിഭേദങ്ങളൊന്നും തമ്മിൽ പാടില്ല എന്ന് എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ സന്യാസിനി സഹോദരിമാരെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി അന്ന് അങ്ങനെയൊരു പരിപാടി നടത്തിയതെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ പിതാവ് ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും ഒരു തരത്തിലുള്ള ഭേദവിഭേദങ്ങളും സമൂഹത്തിൽ നിലവിലിരിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യക്കാരനായിരുന്നു. ഇത് കേരള വികസനത്തിൻ്റെ അടിത്തറകളിൽ ഒന്നായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് ഈ ജാതി വിഭേദങ്ങളൊക്കെ ഇല്ലാതാവുക. ജാതികൃതമായ വിവേചനങ്ങൾക്കെതിരെയാണല്ലോ ഇവിടെ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളത്. പിന്നെ സ്വാമി വിവേകാനന്ദൻ തന്നെ നമ്മളെ ആക്ഷേപിച്ചത് ഈ മലബാറുകാർ മുഴുവൻ ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ ഭ്രാന്താലയങ്ങളുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ
അദ്ദേഹം കേരളം സന്ദർശിച്ചതിന് ശേഷം അമേരിക്കയിൽ പോയി ചിക്കാഗോ പ്രസംഗമൊക്കെ നടത്തി മടങ്ങി വന്ന 1896 മദ്രാസിൽ അദ്ദേഹത്തിന് കൊടുത്ത ഒരു സ്വീകരണ യോഗത്തിലാണ് അദ്ദേഹം ഈ നമ്മുടെ ഈ നെഞ്ചുകൊള്ളിക്കുന്ന ഈ പ്രസ്താവന നടത്തിയത്. ഞാൻ ലോകത്തൊരിടത്തും ഈ തിരുവിതാംകൂറിൽ കണ്ടതുപോലെയുള്ള ഇങ്ങനെയുള്ള ഒരു വൈകൃതം കണ്ടിട്ടില്ല. അവിടെ മൃഗങ്ങൾക്ക് നടക്കാവുന്ന വഴികളിലൂടെ മനുഷ്യർക്ക് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതെല്ലാം പറഞ്ഞിട്ടാണ് ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ ഭ്രാന്താലയങ്ങളുമാണെന്ന് ആക്ഷേപിച്ചത്. മലബാർ എന്നാണ് വാക്ക് ഉപയോഗിച്ചത്, കേരളം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അന്ന് കേരളമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു ഭ്രാന്താലയങ്ങളിൽ നിന്ന് നമ്മൾ കേരളം മനുഷ്യാലയത്തിലേക്ക് പരിണമിച്ച മഹത്തരമായ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തവരൊക്കെ ജാതികൃതമായ വിവേചനങ്ങൾക്കെതിരെയാണ് ആദ്യം നടപടി സ്വീകരിച്ചത്. അത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. ഈ 1599 നടന്ന ഉദയംപേരൂർ സുഗുണകദോസിൽ ഊന്നിപ്പറഞ്ഞ ഒരു സംഭവം, വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോയ ഒരു പ്രധാന സംഭവം ഇതായിരുന്നു. ഈ ജാതി ഭേദങ്ങൾക്കെതിരെയുള്ള ആഹ്വാനമായിരുന്നു. അതിലെ ഒരു കാനോനയിൽ പറയുന്നത്, എളിയവനും പെരിയവനുമില്ല, അച്ഛനും ചെക്കനുമില്ല, എല്ലാവരും തുല്യരാണ്, നല്ല കുലമെന്നും തണ്യ കുലമെന്നുമില്ല, എല്ലാവരും തമ്പുരാൻ്റെ മുമ്പിൽ തുല്യരാണ്. ഈ മാനവ സമത്വത്തിൻ്റെ ഈ ഒരു സന്ദേശം ആദ്യമായി നമ്മുടെ കേരള സമൂഹത്തിലേക്ക് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിലേക്ക് തന്നെ പ്രക്ഷേപിക്കുന്നത് ഈ ഉദയംപേരൂർ സുഗുണദോസിൻ്റെ കാനോനുകളിലൂടെയാണ്. അതാണ് പിൽക്കാലത്ത് നമ്മളെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഇന്നതെല്ലാം മാറിയിരിക്കുന്നു. കേരളം ഇന്നത്തേതുപോലെ ഒരു വികസിത രാജ്യമായി തീർന്നത് ഇത്തരത്തിലുള്ള വൈകല്യങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടപ്പോഴാണ്. അത് ഏതാനും സമുദായ സംഘടനകൾ മാത്രം നടത്തിയൊരു ശ്രമമാണെന്ന് പറയാനൊക്കില്ല. നമ്മുടെ എല്ലാ രൂപതകളിലും ഇവിടെ നമ്മുടെ സഭാധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇടവകളിലെ ചെറിയ സമൂഹത്തിൽ അതത് വികാരിമാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള ഈ വികസനോന്മുഖമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം ഇന്നത്തെ ഈ വികസിത കേരളമായി മാറിയത് എന്ന് ഓർമ്മിക്കണം. നമ്മുടെ ഷെയർ അംഗീകരിച്ചു തരാൻ പൊതു ചരിത്രകാരന്മാരിപ്പോഴും തയ്യാറായിട്ടില്ല. അതേപ്പറ്റി നമുക്കൊക്കെ പരാതിയുണ്ട്. ആ പരാതിയിൽ അധിഷ്ഠിതമായിട്ട് കേരളത്തിലൊരു ചരിത്ര സംഘടന തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേര് കേരള ഹിസ്റ്ററി കോൺഗ്രസ് എന്നാണ്. അത് ഈ മുഖ്യധാര ചരിത്രകാരന്മാർ തമസ്കരിച്ചു കളഞ്ഞ നമ്മുടെ ക്രൈസ്തവ സംഭാവനകളെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചരിത്രപരമായൊരു വീക്ഷണം മുൻനിർത്തി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയും, ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള എന്തൊക്കെയാണോ ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതായി ഉണ്ടായിരുന്നത് അതൊക്കെ തുടച്ചു നീക്കാൻ കുര്യാളശ്ശേരി പിതാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹ്രസ്വമായ ആ ഒരു കാലഘട്ടത്തിൽ വളരെ സാഹസികമായ പ്രയത്നം ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം 1913 കൊടുത്ത ഒരു ഇടയലേഖനമുണ്ട്. ആ ഇടയലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കിയാൽ വളരെ അത്ഭുതം തോന്നുന്ന ഒന്നാണ്. 18 സബ് ഹെഡിങ്സിലായിട്ട് വളരെ ദീർഘമായ ഒരു ഇടയലേഖനം. എനിക്ക് തോന്നുന്നു നമ്മുടെ പിതാക്കന്മാരാരും അതിന് ശേഷമോ അതിന് മുമ്പോ ഇത്രയും ദീർഘമായ ഇടയലേഖനം എഴുതിയിട്ടില്ല. 2 ഭാഗങ്ങളായിട്ടാണ്. അതിൽ 18 ഉപശീർഷകങ്ങളിലായിട്ടാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്ന ഉപശീർഷകങ്ങൾ? 1 ദേവാലയങ്ങളും തിരുവസ്ത്രങ്ങളും, 2 സത്യവിശ്വാസം, 3 ഉത്തരിപ്പ് കടം, അടുത്തത് ഉതപ്പ്, മദ്യപാനം, നാടകം, വ്യവഹാരം, വിവാഹ അന്തസ്സുകൾ, ദുർവ്യയം, പത്രങ്ങളും മാസികകളും, സമാജങ്ങളും സഭകളും, വേദപാഠം, തിരുഹൃദയ ഭക്തി, പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി. പിതാവോട് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഭക്തി ഇല്ലാതിരുന്ന ഒന്നും ഇല്ലായിരുന്നു എന്ന്. കാവൽ മാലാഖയോടുള്ള ഭക്തി, ദാനധർമ്മം, സഭകളും തിരുസഖ്യങ്ങളും. അതായത് ഈ തിരുസഖ്യങ്ങൾ ഇവിടെ രൂപതയിൽ പല ഭക്ത സംഘടനകൾ രൂപീകരിച്ചിട്ട് അതിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്നത് വികാരി അച്ഛൻ്റെ നേതൃത്വത്തിലായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. തോന്നുന്നത് പോലെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനൊക്കില്ല.
അദ്ദേഹം ഏത് കാര്യം ഏർപ്പെടുത്തുമ്പോഴും വികാരിയച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഈ ഇടയലേഖനത്തിൽ തന്നെ യോഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, ഇടവക യോഗങ്ങളെപ്പറ്റി. അതിൽ അദ്ദേഹം പറയുന്നത് ഇടവക യോഗങ്ങൾ വികാരിമാരുടെ അധ്യക്ഷതയിൽ മാത്രമേ ചേരാവൂ. അവിടെ നമുക്ക് തോന്നുന്നത് പോലെ ഈ പൊതുസമൂഹത്തിൽ നടത്തുന്ന പോലെയുള്ള വാക്ക് തർക്കങ്ങളോ വഴക്കുകളോ ഒന്നും അതിലുണ്ടാകാൻ പാടില്ല. വളരെ ഭക്തിപൂർണമായൊരു അന്തരീക്ഷത്തിലായിരിക്കണം യോഗ നടപടികൾ കൊണ്ടുപോകേണ്ടത്. വികാരിയച്ഛൻ്റെ താല്പര്യമില്ലാത്ത ഒരു തീരുമാനങ്ങളും അതിലുണ്ടാകാൻ പാടില്ല. അഥവാ ബഹുഭൂരിപക്ഷം തീരുമാനത്തോട് വികാരിയച്ഛൻ യോജിക്കുന്നില്ല എങ്കിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തി അരമനയിലേക്ക് അയച്ചു തരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നോക്കിയിട്ട് അതിലേതാണ് ശരിയെന്ന് തീരുമാനിച്ചു കൊള്ളാം. അപ്പോൾ ആ യോഗങ്ങൾക്ക് വളരെ കൃത്യമായൊരു നടപടിക്രമം, അച്ചടക്കപൂർണമായ ഒരു പ്രവർത്തന ശൈലി ഈ കുര്യാളശ്ശേരി പിതാവ് അന്നേ കൽപ്പിച്ചു കൊടുത്തിരുന്നു. തറയിൽ പിതാവ് പറഞ്ഞ പോലെ അന്ന് അദ്ദേഹം കൊടുത്ത അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോഴും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ ശക്തമായി എതിർത്ത ഒരു ഘടകം തറയിൽ പിതാവിനോട് പറഞ്ഞ നാടകത്തിൻ്റെ കാര്യമായിരുന്നു. ഞാൻ ആദ്യം വായിച്ചപ്പോൾ സങ്കടപ്പെട്ടു പോയി. കാരണം നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും 4 തിന്മകളാണുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 1 മദ്യപാനം, 2 വ്യഭിചാരം, 3 നാടകം, ഇങ്ങനെ 3-4 തിന്മകളെ പറ്റി പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ നാടകത്തെയും പെടുത്തി കളഞ്ഞല്ലോ എന്നോർത്തപ്പോൾ സങ്കടം തോന്നി. പക്ഷേ എന്തായിരുന്നു വസ്തുത? നാടകം ഒരിക്കലും നടത്തരുത്. അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, എല്ലാ ദുർഗുണങ്ങളുടെയും അഭ്യാസശാലയായി സർവകലാശാലകളായി തീർന്നിരിക്കുന്നു നാടകങ്ങൾ എന്നാണ്. അക്കാലഘട്ടത്തിലെ നാടകങ്ങളിൽ ഒരുപക്ഷെ ഈ സമൂഹത്തിലെ വികലങ്ങളായ പല വസ്തുതകളെയും പർവ്വതീകരിച്ച് കാണിച്ച് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചിരുന്നത് കൊണ്ടാകാം നാടകങ്ങളെ അദ്ദേഹം നിരോധിച്ചിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അനുഭവത്തിലും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഈ സന്ധ്യ കഴിഞ്ഞ് രാത്രിയിൽ ഇങ്ങനെ നാടകങ്ങൾ നടക്കുമ്പോൾ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വളരെ പതിവായിരുന്നു. പോലീസുകാരൊക്കെ വന്ന് അതിനെ നിയന്ത്രിച്ചാണ് നാടകമൊക്കെ നടത്തുന്നത്. പോലീസുകാർ വന്ന് നിയന്ത്രിക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, സ്റ്റേജിൻ്റെയും സരസിൻ്റെയും ഇടയിലൊരു മേശ ഇട്ടിട്ട് പോലീസുകാർക്ക് എപ്പോഴും അവിടെ ഒന്നിരിക്കാൻ ഒക്കെയില്ലാത്തതുകൊണ്ട് പോലീസിൻ്റെ ഒരു തൊപ്പി ഊരി ആ മേശയിൽ വച്ചിരിക്കും. അപ്പോൾ ആ ഒരു തൊപ്പി കണ്ടാൽ മതി നമ്മുടെ ആളുകൾ മര്യാദക്കാരായിക്കൊള്ളും എന്നറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി അപകടങ്ങൾ, പിന്നെ നാടകത്തിൻ്റെ ഇതിവൃത്തത്തിലൊക്കെ ഒരു നല്ല ക്രൈസ്തവ കുടുംബത്തിന് യോജിക്കാത്തതായ ഒട്ടേറെ പ്രമേയങ്ങളൊക്കെ വരാം. അതിനെയൊക്കെയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, പിന്നെ വികാരിയച്ഛൻ പരിശോധിച്ച് അനുവദിക്കുന്ന നാടകങ്ങൾ മാത്രം നടത്തിയാൽ മതി എന്നാണ്. ഞാനിങ്ങനെ ഈ തട്ടുന്നത് ഈച്ച വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഈച്ച വന്ന് ശല്യപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രസംഗം നിർത്താറായി എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. അതുകൊണ്ട് ഞാനത് ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഈ മദ്യപാനത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ അതിശക്തമായ നീക്കങ്ങൾ 1914 തന്നെയാണ്. അന്ന് ശ്രീമൂലം പ്രജാസഭയിൽ മദ്യനിരോധനത്തെ പറ്റിയുള്ളൊരു പ്രമേയം വന്നപ്പോൾ അതേപ്പറ്റിയുള്ള അഭിപ്രായം അറിയാൻ ശ്രീമൂലം പ്രജാസഭയിൽ നിന്ന് കുര്യാളശ്ശേരി പിതാവിനെ സമീപിക്കുകയും അദ്ദേഹം അതിൻ്റെ ഒരു വിശദമായ മറുപടി ലേഖനമായി എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അത് പ്രജാസഭ അതിനെ വളരെ താല്പര്യത്തോടുകൂടി പിതാവിൻ്റെ അഭിപ്രായങ്ങൾ അംഗീകരിച്ചതായിട്ടും കാണുന്നുണ്ട്. ആ വർഷം തന്നെ വിയന്നയിൽ, ഓസ്ട്രിയയുടെ തലസ്ഥാനമായി വിയന്നയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര മദ്യവിരുദ്ധ സമ്മേളനം, ആ മദ്യവിരുദ്ധ സമ്മേളനത്തിൽ പിതാവാണ് അധ്യക്ഷത വഹിച്ചത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ പിതാവിൻ്റെ ഈ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആ ഒരു പ്രസക്തി നമ്മുടെ രൂപതയുടെ അതിരുകളല്ല, ഇന്ത്യയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് വരെ സഞ്ചരിച്ചെത്തി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും എത്രയേറെ അദ്ദേഹം മദ്യനിരോധനത്തിന് വേണ്ടി വാദിച്ചിട്ടും കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്തും മദ്യപന്മാരെ, സ്ഥിരമായി മദ്യപിക്കുന്നവരെ പള്ളിയിൽ തിരുക്കർമ്മങ്ങളിൽ സഹകരിപ്പിക്കാൻ പാടില്ല, അവർക്ക് കുർബാന കൊടുക്കണ്ട എന്നുവരെയൊക്കെ ശക്തമായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അന്ന് കുറേ റിസൾട്ട് ഉണ്ടായി. കാരണം പിന്നെ ഒത്തിരി മദ്യഷാപ്പുകൾ നിന്നു പോവുകയും ഈ പനകളൊക്കെ അത് ചെത്താതെ കടന്നു പോവുകയൊക്കെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. എൻ്റെ നാട്ടിൽ പക്ഷേ എന്നിട്ടും ഇതൊക്കെ മാറിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു നാട്ടിലെ ഒരു അനുഭവം പറയാം. അപ്പോൾ ഇതിനോട് ഇപ്പോൾ സമയം തീരുന്നു. 1960കളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുറവിലങ്ങാട്ട് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു.
കപ്പുച്ചിൻ വൈദികരാണ് വന്ന് നടത്തുന്നത്. അവരെ വീടുകൾ തോറുമൊക്കെ കയറി ഇറങ്ങി. അതിലൊരു പ്രധാന വിഷയം മദ്യനിരോധനമാണ്. മദ്യമാണ് ഏറ്റവും വലിയ അപകടകാരി, അതുകൊണ്ട് അത് ഒഴിവാക്കണം. ഇതെല്ലാം പറഞ്ഞ് ഈ കുരിശെടുത്തുള്ള പരിഹാര പ്രദക്ഷിണങ്ങളൊക്കെ വാർഡുകൾ തോറുമൊക്കെ അങ്ങ് നടത്തി. ആകപ്പാടെ ഇടവക അങ്ങോട്ട് ഇളകി മറിഞ്ഞു. എവിടെയും ഒരു വലിയ ശാന്തത. ആരും ഷാപ്പിൽ പോകുന്നില്ല. ചാരായക്കടക്കാരും കൾഷാപ്പുകാരൊക്കെ വെറുതെ ഇരിക്കുന്നു, അവരുടെ കള്ളൊക്കെ മറിച്ച് കളയുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും പറഞ്ഞു ഇനി ഇതിൻ്റെയൊക്കെ കഥ കഴിഞ്ഞതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, കള്ള് പിടിച്ച് കോൺട്രാക്റ്റ് പിടിച്ചവരൊക്കെ വഴിയാധാരമാകും എന്നൊക്കെ പറഞ്ഞിരിക്കെ കുറച്ച് നാൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പല ആളുകളും പതുക്കെ ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് ഈ ഷാപ്പിൻ്റെ പടിക്കലൂടെയൊക്കെ ചെന്ന് അകത്തോട്ടൊന്ന് കയറി ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ പോയി കുറേ കാലം കഴിഞ്ഞപ്പോൾ പടച്ചോനെ ഇപ്പോഴും സമാസമം എന്ന് പറഞ്ഞ പോലെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാം പഴയ രീതിയിലായി. അപ്പം നമ്മുടെ ഈ മദ്യനിരോധന ശ്രമങ്ങൾക്കെല്ലാം ഇങ്ങനെയൊരു ദുഃഖകരമായ പരിണാമമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. എന്ന് കരുതി അത്തരം ശ്രമങ്ങൾ പാടില്ല എന്ന് പറയാനൊക്കില്ല. ഇവിടെ ലവീഞ്ഞ് പിതാവിൻ്റെ കാലത്തൊരു മദ്യനിരോധന പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ. അതിൻ്റെ പേര് മദ്യത്യാജ്യ സദസ്സ് എന്നായിരുന്നു. മദ്യം ത്യജിക്കുന്ന സദസ്സ്, മദ്യം ഉപേക്ഷിക്കുന്ന സദസ്സ്. ആ കാലഘട്ടത്തിൽ പാലായിൽ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ലവീഞ്ഞ് പിതാവിൻ്റെ കാലത്തല്ല, അതിന് ശേഷമാണ്. പാലായിലൊരു വലിയ മദ്യവിരുദ്ധ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിന് നസ്രാണി ദീപികയിൽ ഒരിക്കൽ വന്ന റിപ്പോർട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പിൽക്കാലത്ത് വായിച്ച് മനസ്സിലാക്കിയതാണ്. ആ റിപ്പോർട്ട് എങ്ങനെയാണ്: പാലായിലെ മദ്യനിരോധന സമിതിക്കാരുടെ മദ്യപാന പ്രവർത്തനങ്ങൾ വളരെ പ്രശസ്തമാണല്ലോ എന്നാണ്. അപ്പം മദ്യനിരോധന സമിതിക്കാരുടെ മദ്യപാനം ആണ് ഏറ്റവും പ്രശസ്തമായിരിക്കും. വാർത്ത തെറ്റിച്ചെഴുതിയതാണ്. മദ്യനിരോധന പ്രവർത്തനങ്ങൾ എന്ന് വരേണ്ടത് മദ്യപാന പ്രവർത്തനങ്ങൾ എന്ന് ലേഖകൻ എഴുതിപ്പോയതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഒരു സ്മോൾ കഴിച്ചിട്ടായിരിക്കും എഴുതിയത്. അപ്പോൾ പിന്നെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഈ മദ്യത്യാജ്യ സദസ്സിൻ്റെ കാര്യം പറയുമ്പോഴേ രസകരമായൊരു കാര്യം കൂടെ പറയാം. ഞാനിതെല്ലാം വിസ്തരിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. കൗതുകകരമായൊരു കാര്യം, ഈ 1889 ലവീഞ്ഞ് പിതാവിൻ്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് ഇവിടെ ഒരു മംഗളപത്രം സമർപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ മംഗളപത്രത്തിലെ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കണ്ട, മനസ്സിലാവാൻ സാധ്യത കുറവാണ്. അതിങ്ങനെയാണ്: പുരാതനത്തിൽ മഹാധർമ്മിഷ്ഠനെന്ന് ചൊൽക്കൊണ്ട കുടകശ്ശേരി മെത്രാനച്ചൻ തിരുമനസ്സു കൊണ്ടതിനും പെൺവഴി തന്നെ പൊൻവഴിയെന്ന് നൽവഴിയായി ഊന്നിയ മനോഭിലാഷത്തിന് ഈഷൽ ഭേദം വരാതെ പക്ഷമോടെ സാക്ഷാൽ ആ മനോകാംക്ഷ തന്നെ ഇന്നത്തെ ഔന്നത്യ സാധക സൂചകമായി കൽപ്പിച്ച് ലഭ്യമാക്കി തന്ന ഈ ശുഭനാഴികയിൽ നമ്മുടെ അതിപ്രബലനായ ലവീഞ്ഞ് മെത്രാന് നിത്യസ്തുതി ഉണ്ടായിരിക്കട്ടെ. വല്ലതും മനസ്സിലായോ? മദ്യത്യാജ്യ സദസ്സിൻ്റെ മംഗളപത്രമാണ്. മദ്യം ഒട്ടുമേ ത്യജിച്ചിട്ടില്ല എന്നിത് വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഈ നമ്മുടെ മഹാകവി ഒരു വള്ളത്തോളിനെ പറ്റിയൊരു ഫലിതമുണ്ട്. അദ്ദേഹം കോഴിയെപ്പറ്റി ഒരു വലിയ സങ്കടകരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഈ ഇഷ്ടം പോലെ ഭക്ഷിക്കാൻ വേറെ ഉണ്ടായിട്ട് ഈ പാവം നിരപരാധി പക്ഷിയെ കൊല്ലുവതെന്തിന് മനുഷ്യർ കഷ്ടമേ എന്ന് പറഞ്ഞാണ് നിലവിളിക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മാംസം കോഴിയിറച്ചിയായിരുന്നു. അതുകൊണ്ട് പിൽക്കാല വിമർശകർ പറഞ്ഞു അദ്ദേഹം അത് എഴുതിയത് പല്ലിനിടയിൽ നിന്ന് കോഴിയുടെ എല്ല് കുത്തിക്കളഞ്ഞുകൊണ്ടാണ്. ഈ ആവതോളമിക നിത്യവും ഭുജിക്കാവതായി പല പദാർത്ഥമില്ലയോ, പാവം ഈ നിരപരാധി പക്ഷിയെ കൊല്ലുവതെന്തിന് മനുഷ്യർ കഷ്ടമേ എന്ന് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ മദ്യത്യാജ്യ സദസ്സുകാരെ ഈ മംഗളപത്രം എഴുതിയത്. അപ്പം ഞാൻ വായിച്ചപ്പോൾ ഒന്ന് ഓർത്ത് ആശ്വസിച്ചു. അതിപ്രബലനായ ലവീഞ്ഞ് മെത്രാന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്നവരെഴുതിയില്ലല്ലോ എന്നാണ്. നിത്യസ്തുതി ഉണ്ടായിരിക്കട്ടെ എന്നാണ് മര്യാദയ്ക്ക് എഴുതിയത്. അപ്പോൾ ഇതാണ് ഈ മദ്യനിരോധനത്തോട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ. എന്ന് ഇതെല്ലാം നിഷേധാത്മകമായത് എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. കുര്യാളശ്ശേരി പിതാവിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ എന്നെപ്പോലെ ഈ സാഹിത്യരംഗത്തുള്ള ആളുകൾ ആദ്യമായി ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്തരമായൊരു കൃതിയെ ചൊല്ലിയാണ്. റോമായാത്ര എന്ന് പറയുന്ന കൃതി. റോമിൽ അദ്ദേഹം ദീർഘകാലം പഠിച്ചയാളാണ്. റോമിലെ സകല പള്ളികളിലൂടെയും അദ്ദേഹം നടന്ന് അതെല്ലാം നോക്കി കണ്ട ആളാണ്. അവിടുത്തെ 37 പള്ളികളെ പറ്റിയുള്ള കൃത്യമായ വിവരണം ഈ റോമായാത്രയിലുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് റോമിനെ പറ്റിയൊരു നല്ല ധാരണ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പം അത്തരത്തിൽ മനോഹരമായ ഒരു കൃതി
മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത ഒരു ജീനിയസ് കൂടിയാണ് കുര്യാളശ്ശേരി പിതാവ് എന്നുള്ളത് ഈ സ്വർണത്തിന് സുഗന്ധം ഉണ്ടാകുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ എല്ലാം ചേരെ ഇതുകൂടെ ഒരു സ്വർണത്തോട് സുഗന്ധം ചേർന്നതുപോലെ ചേർത്ത് വയ്ക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വളരെ പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. ഒരു എഴുത്തുകാരനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിൽക്കാലത്തെ പല എഴുത്തുകാരും ഒന്നും എഴുതേണ്ടി വരുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെ സ്വർണ്ണ അങ്കിതമായ ആ കൈ സ്പർശിച്ച കുര്യാളശ്ശേരി പിതാവ് നമ്മളെ എല്ലാ വിധത്തിലും അദ്ദേഹം ധന്യനാണ്. അദ്ദേഹം നമ്മളെ എല്ലാ വിധത്തിലും ധന്യരാക്കിയിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത് എന്ന് മാത്രമേ നമ്മൾ ഇവിടെ ഓർക്കേണ്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ സ്മരണ നമ്മളെ എന്നും ഉണർവുള്ളവരാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ പോലൊരു മഹാപ്രതിഭ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മുടെ രൂപതയിലെ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതെങ്കിൽ അത് ഉണ്ടാകാൻ വളരെയേറെ വൈകുമായിരുന്നു എന്നുള്ളത് മാത്രമാണ് വസ്തുത.